സന്ദീപ് വാര്യർ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ പുനഃസംഘടനയിൽ കൂടുതൽ പരിഗണന നൽകുമെന്ന് സന്ദീപിന്റെ നേതൃത്വം ഉറപ്പുകൊടുക്കുകയും ചെയ്തു. കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സാജു, എങ്ങനെയാണ് സന്ദീപിനെ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് പാർട്ടി? നിഷാദ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJP വിട്ട് കോൺഗ്രസിന്റെ ഭാഗമായ സന്ദീപിന് പാർട്ടി പദവികൾ ഒന്നും നൽകിയിരുന്നില്ല. അത് പുനഃസംഘടന KPCCയുടെ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ സന്ദീപിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും കാലതാമസം വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സന്ദീപിനെ മാധ്യമ വക്താക്കളുടെ പട്ടികയിൽ ഇപ്പോൾ KPCC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയെ പ്രതിനിധീകരിച്ച് മാധ്യമ ചർച്ചകളിൽ സന്ദീപ് വാര്യർ പങ്കെടുക്കും എന്ന് KPCC നേതൃത്വം അറിയിക്കുന്നു. ഒപ്പം സന്ദീപ് വാര്യർക്ക് ചില ഉറപ്പുകൾ പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. പുനഃസംഘടന വരുമ്പോഴേക്കും കൂടുതൽ പദവികൾ നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി പദവി അടക്കമുള്ളവയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിഷാദ്, ശരി സാജു, വിവരങ്ങൾ നൽകിയത്.